തിരുവനന്തപുരം വെമ്പായത്ത് ബാറിനുള്ളിൽ മദ്യപ സംഘങ്ങൾ ഏറ്റുമുട്ടിയ കേസിലേക്കാണ്. പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയ മദ്യപ സംഘങ്ങൾ പിന്നീട് ബാറിൽ പെട്രോൾ ഒഴിച്ച് തീവയ്ക്കാനും ശ്രമിച്ചു. തീവച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 5 പേർക്കാണ് സംഭവത്തിൽ പൊള്ളലേറ്റത്. ബാറിൻ്റെ ഉൾഭാഗം ഭാഗികമായും കത്തിനശിച്ചു. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. പൊള്ളലേറ്റ 5 പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പറഞ്ഞു ചീത്തവിളിക്കും എന്നെ കൊണ്ടുപോകണം. കത്തി കത്തി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഒരു വല്ലാത്തൊരു കാഴ്ചയാണല്ലോ. ഒരു ബാറിനുള്ളിൽ ഈ മദ്യപ സംഘങ്ങൾ പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന, അത് കൊലപാതകത്തിൽ വരെ കലാശിക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു തീ കത്തിക്കുന്നു, അതൊരു കൂട്ടക്കുരുതിയായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെയൊന്നും ഇത് പെട്ടെന്നുണ്ടായൊരു പ്രകോപനമാണ്. മുൻകൂട്ടി അല്ലെങ്കിൽ ആസൂത്രണം ചെയ്ത ഒരു കുറ്റകൃത്യമല്ല. ബാറിനുള്ളിൽ മദ്യപിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ 2 സംഘങ്ങൾ തമ്മിൽ തർക്കമുണ്ടാകുകയായിരുന്നു. ഇന്നലെ രാത്രി 9 മണിയോടെ വെമ്പായത്തെ ശ്രീവത്സം ബാറിലാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. ബാറിൽ വെച്ച് ഈ 2 സംഘങ്ങൾ തമ്മിൽ തർക്കമുണ്ടായതിനിടയിൽ അതിൽ ഉൾപ്പെട്ട അനീഷ് എന്ന വ്യക്തി പെട്ടെന്ന് ബാറിന് പുറത്തേക്ക് പോയി തിരികെ പെട്രോളുമായി മടങ്ങിയെത്തുകയായിരുന്നു. അങ്ങനെ മടങ്ങിയെത്തിയതിനു ശേഷം ഈ കൈവശമുണ്ടായിരുന്ന ക്യാൻ തുറന്ന് പെട്രോൾ ചുറ്റും ഒഴിച്ചു. 5 പേരുടെ ദേഹത്തേക്ക് പെട്രോൾ വീണു. അനീഷിൻ്റെ ദേഹത്തും പെട്രോൾ മറിഞ്ഞു. തൊട്ടു പിന്നാലെ മറ്റ് പ്രകോപനമൊന്നും ഉണ്ടാകാതെ വേഗം തീ കൊളുത്തി. പിന്നെ കണ്ടത് ഈ ദൃശ്യങ്ങളിൽ, CCTV ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പെട്ടെന്ന് തീ അവിടെ ആളിപ്പടരുന്നതാണ്. അങ്ങനെ അനീഷ് ഉൾപ്പെടെ 6 പേർക്കാണ് സാരമായി പൊള്ളലേറ്റത്. ഇവരെ പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ ബാറിൻ്റെ AC മുറിക്കുള്ളിലാണ് ഇത്തരത്തിൽ ഒരു ഈ പ്രകോപനവും സംഘർഷവും ഉണ്ടായത്. തുടർന്ന് ഈ മുറിയുടെ ഒരു ഭാഗം തീ പിടിച്ച് കത്തുന്ന സാഹചര്യം എത്തിയതോടെ പോലീസും അതോടൊപ്പം ബാർ ജീവനക്കാരും ചേർന്ന് വളരെ പണിപ്പെട്ടാണ് തീ അണച്ചത്. അതിനിടയിലാണ് ഈ 6 പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. അനീഷിനെതിരെ വധശ്രമത്തിന് വെഞ്ഞാറമൂട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പരിക്കേറ്റ അല്ലെങ്കിൽ പൊള്ളലേറ്റ 5 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഇതിൽ ഒരാൾ കാപ്പ കേസ് പ്രതിയാണ് എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ഇതുവരെ പോലീസ് നൽകിയിട്ടില്ല. പക്ഷേ ഈ പ്രകോപനത്തിലേക്ക് അനീഷിനെ നയിച്ച കാരണം എന്താണ് എന്ന് കണ്ടെത്താൻ വിശദമായ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ എന്തെങ്കിലും തർക്കം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നോ, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വാക്ക് തർക്കമാണോ ഈ ബാറിനുള്ളിൽ വെച്ചുണ്ടായത്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധനയാണ് വെഞ്ഞാറമൂട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ക്രിമിനൽ സംഘങ്ങളാണോ ഡാൻ ഇവർ ഈ ഏറ്റുമുട്ടിയത്? പരസ്പരം ഏറ്റുമുട്ടിയത് സ്ഥിരം ഒരു ക്രിമിനൽ സംഘങ്ങളാണോ? മറ്റെന്തെങ്കിലും വ്യക്തിപരമായ വിരോധം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നതോ ബാറിൽ വെച്ചുള്ള പെട്ടെന്നുള്ളൊരു തർക്കം, ഒരു വാക്ക് തർക്കം ഈ രീതിയിൽ അക്രമത്തിൽ കലാശിക്കുകയായിരുന്നോ? അങ്ങനെയാണ്. രണ്ടാമത് പറഞ്ഞതുപോലെയാണ്. ഒരു വാക്ക് തർക്കം പെട്ടെന്നുണ്ടാകുകയും അതിൽ പ്രകോപിതനായി അനീഷ് എന്ന വ്യക്തി പുറത്തേക്ക് പോയി ഈ പെട്രോൾ കരുതി തിരികെ ബാറിനുള്ളിൽ മടങ്ങിയെത്തി ഈ AC മുറിക്കുള്ളിൽ കയറി പെട്ടെന്ന് തൻ്റെ മറുവശത്തുണ്ടായിരുന്ന 5 പേരുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയായിരുന്നു. അങ്ങനെ ഒഴിക്കുന്നതിനിടയിലാണ് അനീഷിൻ്റെ ദേഹത്തേക്കും പെട്രോൾ വീഴുന്നത്. അതിനുശേഷം കൈവശമുണ്ടായിരുന്ന ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തുന്നു. പെട്ടെന്ന് തീ ആളിപ്പടരുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള തർക്കം ഇവർ തമ്മിൽ നേരത്തെ നിലനിന്നിരുന്നോ, അതിൻ്റെ തുടർച്ചയാണോ അവിടെ ഉണ്ടായത് എന്നത് അറിയാനുള്ള വിശദമായ പരിശോധന പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വെഞ്ഞാറമൂട് CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം തുടരുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വെമ്പായത്തെ ബാറിൽ 2 മദ്യപ സംഘങ്ങൾ തമ്മിലുള്ള ചെറിയ വാക്കുതർക്കമാണ് ഈ രീതിയിൽ വലിയ അക്രമത്തിലേക്ക് നീങ്ങിയത്. ബാറിനുള്ളിൽ ഒരു സംഘം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു.
പിന്നീട് അവിടെ വലിയ തീപിടുത്തം ഉണ്ടാകുന്നു. 5ഓളം പേർക്ക് സാരമായ പൊള്ളലേറ്റിട്ടുണ്ട്. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണവും ഊർജിതമാക്കുകയും ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.